സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. We are making a joke of cinema. ഒരു സർക്കസാണ്. ഒരു 4 ക്യാമറ കിട്ടിയാൽ അത് ക്യാമറ ഓൺ ചെയ്താൽ അത് സിനിമയാണെന്ന് പറയാൻ പറ്റില്ല. ഐ ഹാവ് നോട്ട് സീൻ എ ഫിലിം ടിൽ ദി ഏജ് ഓഫ് 12. ഫാദർ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. പടമൊക്കെ ഇറ്റ് കറപ്റ്റ്സ് ദ മൈൻഡ്. ആക്ടിങ് ഈസ് ഗോയിങ് പാരലൽ വിത്ത് ഫിലിം മേക്കിംഗ്. അതിനുശേഷം താങ്കളെ മലയാള സിനിമകളിലൊന്നും കണ്ടിട്ടില്ല. ആരും വിളിച്ചില്ല. അതുകൊണ്ടാണ് വിളിക്കൂ, ഞാൻ വരാം. പുതിയ തലമുറ വരുന്നതിനെ എങ്ങനെയാണ് കാണുന്നത്? They are all half-baked. They are all half-hearted, half-baked wannabes. Ultimately, it has all gone back to money. So creativity is gone. Commerce has taken over. Cinema has become a consumer product. Real people coming to see real people. That is the definition of cinema. പ്രശസ്ത ചലച്ചിത്ര നടൻ, നാടക നടൻ, സംവിധായകൻ എന്നീ നിലകളിൽ ഇന്ത്യയിൽ ശ്രദ്ധേയ സാന്നിധ്യമായി മാറിയ ശ്രീ ആനന്ദ് മഹാദേവനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ ആനന്ദ് മഹാദേവൻ സർ. നമസ്കാരം. IFFKയിൽ അങ്ങ് ഏറ്റവും ഒടുവിൽ സംവിധാനം ചെയ്ത സ്റ്റോറി ടെല്ലർ വൻ സ്വീകരണമായിരുന്നു. ഇതേ ചിത്രം തന്നെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിലും ബുസാനിലും അടക്കം പല അന്തർദേശീയ ചലച്ചിത്രോത്സവങ്ങളിലും മത്സര വിഭാഗത്തിൽ പങ്കെടുത്തിരുന്നു. ഈ സിനിമ സത്യജിത് റേക്കുള്ള ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് അങ്ങ് ഈ സിനിമ സമർപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും റേയുടെ ജന്മശതാബ്ദി വർഷമാണ്. ഈ സ്റ്റോറി ടെല്ലർ റേ എഴുതിയ കഥയെ ബേസ് ചെയ്തുള്ള സിനിമയുമാണ്. ഇതിലേക്ക് എങ്ങനെയാണ് വന്നത്? ഫ്രാങ്ക്ലി, എൻ്റെ ഒരു ഫ്രണ്ട് തപോപ്രതി ദാസ് സമദ്ദർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് എൻ്റെ ബംഗാളി ഒറിജിനൽ സ്റ്റോറി എൻ്റെ തന്നു. അപ്പോൾ ഞാനത് വായിച്ചു. Then I was very fascinated. Why? Because Ray had written a very clever story. അത് ബംഗാളിയിൽ എടുക്കാൻ പറ്റില്ല. എന്താ, അതൊരു ബംഗാളി സ്റ്റോറി ടെല്ലർ ഒരു ഗുജറാത്തി ബിസിനസ്മാനാണ്. ബംഗാളി ഡസ് നോട്ട് നോ ഗുജറാത്തി, ഗുജറാത്തി ഡസ് നോട്ട് നോ ബംഗാളി. അപ്പോൾ ഒരു കോമൺ ഫാക്ടർ, കോമൺ ഗ്രൗണ്ട് ഹിന്ദിയാണ്. അപ്പോൾ അത് ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ഓൺലി ഇൻ ഹിന്ദി. അപ്പോൾ താരിണി ഖുറോ എന്ന് പറഞ്ഞിട്ടൊരു വളരെ പോപ്പുലർ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സത്യജിത് റേ, ലൈക്ക് ഫെലൂദ, മെമ്മറബിൾ ക്യാരക്ടേഴ്സ്. അപ്പോൾ താരിണി ഖുറോൻ്റെ സ്റ്റോറീസിൽ ഒക്കെ ഒരു സൂപ്പർ നാച്ചുറൽ എലിമെൻ്റ് ഉണ്ട്, പാരാനോർമൽ പറഞ്ഞിട്ട്. പക്ഷേ ഈ കഥയിലെ ഒരു സൂപ്പർ നാച്ചുറൽ സ്റ്റോറിയില്ല, ടോട്ടൽ റാഷണലാണ്. So that was the reason I selected this story. Pinne I always admired Ray. I wanted to pay a tribute. Pinne 100th year, centenary year. So everything fell into place. So it was the right time to pay tribute to Satyajit Ray. റേയുടെ ചിത്രങ്ങളിൽ ഏതാണ് ഇഷ്ടം എന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. എങ്കിലും അങ്ങേ ഏറ്റവും പ്രചോദിപ്പിച്ച ചിത്രം ഏതാണ് റേയുടെ? അത് ശരിയാ. അപ്പോൾ പാഥേർ പഞ്ചലി becomes the obvious choice. പക്ഷേ if you ask me, I think Charulata is my favorite. ശരി. അത് മാത്രമല്ല, താങ്കൾ പറഞ്ഞു ഇതെൻ്റെ റേയ്ക്ക് മാത്രമുള്ള ഒരു ആദരവല്ല, അതോടൊപ്പം തന്നെ എന്നെ പ്രോത്സാഹിപ്പിച്ച അല്ലെങ്കിൽ എന്നെ പ്രചോദിപ്പിച്ച മൃണാൾസൻ, അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ, ഷാജിയൻ കരുൺ, ഇവരുടെയൊക്കെ പേരുകൾ പറഞ്ഞു. അവരൊക്കെ താങ്കളെ ഒരു സിനിമ സംവിധായകൻ അല്ലെങ്കിൽ ഒരു നടൻ എന്നുള്ള നിലയിൽ അവരൊക്കെ താങ്കളെ ഒരു എന്താ പറയുന്നത്, അവരുടെ ഒരു പ്രേരണ. ലോങ് സ്റ്റോറിയാണ്, ഞാൻ പറയട്ടെ. എവറിബഡി ആസ്ക്സ് മീ, ഹാവ് യു assisted any director? Have you assisted anybody? Have you gone to a film institute? I have not gone anywhere. I have not assisted anybody. But education evidennu kitti? Education by watching all the great filmmakers of the world, particularly European cinema. European cinema, if you take French, Truffaut, or if you take Italian, Vittorio De Sica, alangil if you take Swedish, Bergman, or Polish, Austrian, German, പിന്നെ Italian, ഇപ്പോൾ Iranian cinema of late, that is from the 90s. We've got some great filmmakers. പിന്നെ ഏഷ്യയിൽ വന്നെങ്കിൽ you go to Japan, Kurosawa, പിന്നെ റഷ്യയിൽ ഐസൻസ്റ്റൈൻ ആൻഡ് ടർക്കോവ്സ്കി. ലോക സിനിമയിലെ മാസ്റ്റേഴ്സ് എല്ലാം താങ്കളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. So when I saw these films, in India, all these names that you took, when I saw their work, I felt that what we are making in India, it's not cinema.
we are making a joke of cinema. ഒരു സർക്കസാണ്. ഒരു 4 ക്യാമറ കിട്ടിയാൽ അത് ക്യാമറ ഓൺ ചെയ്താൽ അത് സിനിമയാണോ എന്ന് പറയാൻ പറ്റില്ല. സോ I realized that cinema has got a different language, far, far superior language. And India is light years away from making great cinema. 1930s and 1940s were silent cinema. If you see the German silent cinema, it is outstanding. Metropolis nu പറഞ്ഞിട്ട് ഒരു പടമുണ്ട്. It's a wizard of a filmmaker who has made. So അതൊക്കെ കണ്ടപ്പോൾ I felt that this is what I want to be. I am a film society product. I have watched all the great films in the world. അപ്പോൾ ഇങ്ങനെ ഒരു എന്ത് പറയുന്നു, ഒരു sort of growing up with cinema, educating, self-educating yourself with the greats. So the only way to do is to pay a tribute to all the greats. അപ്പോൾ that will be reflected in my kind of filmmaking. സ്റ്റോറി ടെല്ലറിലേക്ക് വരും മുമ്പ് ഇപ്പം അങ്ങ് പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയി പഠിച്ചിട്ടുള്ള ഒരാളല്ല. പക്ഷേ എങ്ങനെയാണ് സിനിമ ഇത്രയും കാണാനുള്ള ഒരു സാഹചര്യം, വീട്ടിലെ അന്തരീക്ഷം അതിന് അനുകൂലമായിരുന്നു? വീട്ടിലെ you'll be surprised, I have not seen a film till the age of 12. ഫാദർ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. പടമൊക്കെ it corrupts the mind, sit and do your studies, അങ്ങനെ ഒരു restrictions ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ the minute I saw the first moving visual on screen, സ്കൂളിലായിരുന്നു. സ്കൂളിൽ അവിടെ they used to select films and show us some films. I was fascinated by the moving image എന്ന് പറഞ്ഞു. Just like, I mean, Bergman wrote this very lovely autobiography called Magic Lantern. Magic Lantern was the projector, you know. അപ്പോൾ അവിടുന്ന് we sort of, you know, the medium fascinated me. It slowly germinated inside me. അങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല that I will become a filmmaker or I'll become an actor. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. But that is what I think passion is all about, nature is all about. It finds its own level. അത് അങ്ങനെയാണ് വന്നത്. So if you ask me, have you planned your career? No, I have not planned my career. The career planned me. അതിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അതെ, it went very naturally. It was a natural path. ഇപ്പോൾ സ്റ്റോറി ടെല്ലർ എന്ന് പറഞ്ഞ സിനിമ, അത് വാസ്തവത്തിൽ ഈ സമീപകാലത്ത് ഈ കഥയില്ലായ്മയാണ് പല സിനിമകളുടെയും വലിയൊരു പ്രശ്നം. ഇത് റേയുടെ കഥയാണെങ്കിലും ആ കഥയ്ക്കകത്ത് ഒരുപാട് മനുഷ്യ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളുമുണ്ട്. അതിലൊരു കഥാപാത്രം പറയുന്നുണ്ട്, നല്ല രീതിയിലൊക്കെ ചെയ്താലും ഒന്നും നേടുന്നില്ല, അല്ലെങ്കിൽ ഒരു കഥാപാത്രം ഈ ഭാര്യയെ സ്നേഹിക്കുന്ന പ്രണയം, അല്ലെങ്കിൽ ഭാര്യയോടുള്ള സ്നേഹം, അവരെ ഫോട്ടോ എപ്പോഴും എടുത്തുകൊണ്ട് വയ്ക്കുന്ന, പലപ്പോഴും ഇപ്പോഴത്തെ ഈ ആധുനിക കാലത്ത് ചില ബന്ധങ്ങൾ, എല്ലാം ഒന്നും പറയാൻ പറ്റുന്നില്ല, അതൊക്കെ പലതും ശിഥിലമാണ്. അന്നേരം മനുഷ്യ ബന്ധങ്ങളുടെ ആ ഒരു വൈകാരികതയ്ക്കെല്ലാം ഈ സിനിമയിൽ ഒരു എന്താ പറയുക അന്തർധാരയിലൂടെ അത് ഈ സട്ടിലായിട്ട് താങ്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അല്ല, അത് റെയിൻ്റെ ഒറിജിനൽ സ്റ്റോറിയിലുണ്ട്. ഇറ്റ് ഈസ് റിലേഷൻഷിപ്സ് വിത്ത് യുവർ പാസ്റ്റ്, റിലേഷൻഷിപ്സ് വിത്ത് യുവർ സെൽഫ് ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ കോൺഷ്യൻസ് ആൻഡ് മൈൻഡ്. ഇപ്പോൾ Tarini Khuro, that character, he is always guilty. He couldn't take his wife for a vacation. അപ്പോൾ ഞങ്ങൾ ഒരു കോൺഷ്യൻസിന് ഒരു ഇത് ചെയ്യാൻ, ഒരു സോർട്ട് ഓഫ് ഒരു കോൺസലേഷൻ കൊടുക്കാൻ, he has carried the photograph and says, look, I have brought you out. അപ്പോൾ we try to console ourselves by doing things which we could have done in our real lives. He says, if my wife was there today, she would have rescued me from myself. We all need rescuing from ourselves. അതാണ് ഇതൊക്കെ സട്ടിലിറ്റീസ്. ദീസ് ആർ തിങ്സ്, ലൈൻസ് വിച്ച് ആർ ജസ്റ്റ് ത്രോൺ അവേ. അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്നാണ് മറ്റേ കഥാപാത്രം പറയുന്നത്. ഇപ്പോൾ ബിസിനസ്മാൻ്റെ ക്യാരക്ടർ പറയുന്നത്, അദ്ദേഹം മാരീഡ് ആയിട്ടല്ലല്ലോ അതിൽ വരുന്നത്. That's what he tells you. You don't need a storyteller. You need someone to give you a perspective on life. But that man is not ഒരു എന്ത് പറയുന്നു, നോട്ട് എ പ്ലേജറിസ്റ്റ് ഓർ എ റോബർ ഇൻ ദാറ്റ് സെൻസ്. He wants to impress his lover and he wants to get her back. അപ്പോൾ എങ്ങനെ ചെയ്യാ? She only likes cerebral richness. She doesn't like monetary richness. So he is borrowing the cerebral richness from that man. He is not robbing him of money. He is robbing of intelligence.
അതാണ്. അപ്പോൾ സോ യു ഫീൽ ആക്ച്വലി സോറി ഫോർ ദാറ്റ് മാൻ. അതെ, തീർച്ചയായും. ഇറ്റ് ഈസ് എ ലവ് സ്റ്റോറി. പ്രത്യേകിച്ച് ആ നായിക, അദ്ദേഹം ആഗ്രഹിച്ച ആ സ്ത്രീ, അവര് തീഫാണെന്ന് പറയുന്നുണ്ട്. ബിസിനസ്സിൽ കള്ളം കാണിച്ചിരുന്നെങ്കിൽ ഞാൻ പോട്ടെന്ന് വെച്ചായിരുന്നു. അതെ അതെ. സോ ഹി മേഡ് ദാറ്റ് മിസ്റ്റേക്ക്. സംടൈംസ് വി ഓവർസ്റ്റെപ്പ് ourselves in life. If you are just yourself, probably she would have come back to you. നമ്മൾ നമ്മളായിട്ട് ഇരിക്കുക എന്നുള്ള ഒരു സന്ദേശം അതിലുണ്ട്. When you try to overdo it in life, that is when it hits back. ഓവർ സ്മാർട്ട് ആവുകയും ചെയ്യരുത്. That is also one of the, I mean, there are so many lines in the പല layers ഉണ്ട് അതിൽ. Layers ഉണ്ട്. If you look at it carefully, you will discover 2 layers every time you watch it. മറ്റൊന്ന് ഡയലോഗ്. ഇപ്പം ഞാൻ ഇന്നലെ ആ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുമ്പോൾ ഈ ഡയലോഗ് കേട്ടിട്ട് പലരും പല ഘട്ടങ്ങളിൽ പ്രേക്ഷകർ കൈയടിക്കുന്നുണ്ട്. ഈ അടുത്തിടെയൊന്നും അങ്ങനെ ഒരു തിയേറ്ററിൽ ഇരുന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഈ ഹിന്ദി ഡയലോഗ് എഴുതുന്നതിൽ താങ്കൾക്ക് അതിന്, ഇപ്പോൾ പ്രത്യേകിച്ച് താങ്കൾ തൃശ്ശൂർക്കാരനെ, ഒരു മലയാളിയാണ് എങ്കിലും ഈ ലിറ്ററേച്ചറിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണോ ഇത് വലിയ രീതിയിൽ സഹായിക്കുന്നത്? Yes, definitely, and it's also philosophical thoughts. Like that line where the businessman says, Saraswati says, I am a good man, but then good men get nothing, are left with nothing. That is the thing. So, would you like to be good and be left with nothing, or would you like to be evil and gain everything? That's a debate. That's a question that he asks, or the story asks. Or the most important thread enna, this man is afraid of writing. Why? Oru fear undu adinte agathe. What if I am criticized? What if people don't like it? Appo angane oru complex varnappo, you have actually left all your doors open for all the thieves to come in. Somebody will come and take advantage of it. And you realize that somebody is making you realize that you are not so bad after all. താങ്കൾ പറയുകയും ചെയ്തു, അതായത് ചിന്തിക്കുന്നവരെക്കാൾ പ്രവർത്തിക്കുന്നവരെയാണ്, അതാണ് മഹത്തായ കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്നത് എന്താണ്? ചിന്ത ഉണ്ടെങ്കിലല്ലേ പ്രവൃത്തിയും വരുള്ളൂ. അല്ല, ഇപ്പം ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഐ തിങ്ക് എ ലോട്ട്. പക്ഷെ ആരാണ് അത് പ്രാക്ടിക്കലി ഈസ് ഗോയിങ് ടു ഗെറ്റ് മൈ തോട്ട്സ് ഓൺ ടു സേ എ ബുക്ക് ഓർ എ ഫിലിം ഓർ എനി മീഡിയം? Supposing somebody has stolen my thoughts, which has happened with me. One of my scripts have been lifted, and one of my concepts also have been lifted. It has been done. Why did Ray write this story? ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അല്ല, റേയുടെ കാര്യത്തിലേക്ക് വന്ന റേയുടെ ഒരു അനുഭവം അല്ല, റേയുടെ ഒരു സ്റ്റോറി ഉണ്ട്, ഏലിയൻ എന്ന് പറഞ്ഞത്. ആൻഡ് ഹി ഓൾവേസ് വാണ്ടഡ് ടു ഗോ ടു ഹോളിവുഡ് ആൻഡ് മേക്ക് എ ഫിലിം. റേയുടെ വളരെ അംബിഷ്യസ് ആളായിരുന്നു. അപ്പോൾ ഹി സെൻഡ് ദാറ്റ് സ്ക്രിപ്റ്റ് ടു ഹോളിവുഡ്. ഒരു റിപ്ലൈ ഇല്ല, ഒന്നുമില്ല, നത്തിങ് ഫോർ എ ലോങ് ടൈം, ഓൾമോസ്റ്റ് 3 years. പിന്നെ ഒരു ടെലിഫോൺ കോൾ വന്നു, ഇത് ഇങ്ങനെ ഒരു പടം വന്നിട്ടുണ്ട്, E.T. എന്നാണ് പേര്. അപ്പം നിങ്ങളുടെ സ്റ്റോറീൻ്റെ കുറേ അതിൽ ഇതൊക്കെ പാസേജസ് ഒക്കെ ഉണ്ട്, പാർട്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു പടം വന്നു, ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ തേർഡ് കൈൻഡ്. അതിലേ ഇതിൻ്റെ ഒരു ടച്ച് ഉണ്ടായിരുന്നു. ദാറ്റ്സ് വെൻ യു റിയലൈസ് ദാറ്റ് Spielberg or whoever, it has gone round to studios. Somebody must have read, somebody must think and be influenced by that. But he did not sue them. Like he said, it's pointless. And then അത് വളരെ ലോങ് പ്രോസസ്സാണ്, ലോങ് ഡ്രോൺ ലീഗൽ പ്രോസസ്സാണ് അമേരിക്കയിൽ. അപ്പോൾ എന്ത് ചെയ്യാനാ? താങ്കൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? താങ്കളുടെ ഒരു സ്ക്രിപ്റ്റ് അല്ല, അപ്പോൾ എന്ത് ചെയ്യാനാ? റൈറ്റ് എ സ്റ്റോറി ഓൺ പ്ലേജറിസം. അപ്പോൾ അങ്ങനെ സ്റ്റോറി ടെലർ അങ്ങനെയാണ് അത്. ആക്ച്വലി ഇൻ എ വേ ഇറ്റ് ഈസ് ഹിസ് റിവെഞ്ച് അഗെയിൻസ്റ്റ് പീപ്പിൾ ഹു കോപ്പി. അതെ. കോപ്പി ചെയ്യുന്നതിനെ കുറിച്ച് ഒരു കമന്റ് അതിനകത്തുണ്ടല്ലോ, അനുകരിക്കുന്നതിനെ കുറിച്ചും പറയുന്നുണ്ടല്ലോ. ഗ്രേറ്റ്, അത് നല്ല രീതിയിൽ കോപ്പി ചെയ്യണമെന്നുള്ള. അതെ. ഇപ്പം ഈ സിനിമ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം താങ്കളുടെ 20ാമത്തെ ചിത്രമാണ് സംവിധാനം ചെയ്യുന്നത്. പക്ഷേ ആനന്ദ് മഹാദേവനെ ഇന്ത്യൻ സിനിമാ പ്രേക്ഷകരും അല്ലെങ്കിൽ നാടക പ്രേക്ഷകരും എല്ലാം ഒരു നടനെന്നുള്ള നിലയിൽ വലിയ രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. താങ്കൾ സംവിധാനം ചെയ്യുന്ന ചിത്രങ്ങളിൽ അധികം അഭിനയിച്ച് കണ്ടിട്ടില്ല. ഐ പ്രിഫർ നോട്ട് ടു. എനിക്ക് എൻ്റെ പടത്തിൽ അഭിനയം ചെയ്യുക വളരെ ടെൻഷനാണ്. am I doing it right? പിന്നെ how am I going to direct myself? അത് വളരെ പ്രോബ്ലമാണ്. അപ്പോൾ എനിക്ക് I avoid that. പക്ഷേ I like to direct actors. പക്ഷേ അഭിനയം സജീവമായി മുന്നോട്ട് പോകുന്നുമുണ്ട്. അതെ. I have got lots of work. സ്കാം ഇങ്ങനെ ഒരു സീരീസ് വന്നിരുന്നു, അത് വളരെ പോപ്പുലറായി ഇപ്പോൾ റീസെൻ്റ്ലി. അപ്പോൾ I've got a lot of work. രേവതിൻ്റെ പടം സലാം വെങ്കിയിൽ ഒരു ചെറിയ റോൾ ചെയ്തു, ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്. പിന്നെ some more films are coming up. So
Acting is going parallel with filmmaking. ഇപ്പം മലയാളി പ്രേക്ഷകർക്ക് കൂടുതൽ പരിചയം ഉണ്ടായിരുന്നത് ഇസബെല്ല എന്നുള്ള സിനിമയിൽ മോഹൻ്റെ ഫസ്റ്റ് ഫിലിം ആയിരുന്നു മലയാളത്തിൽ. അതിൽ അനന്തു എന്നുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ബാലേന്ദ്ര മേനോനൊക്കെ ഉള്ള മോഹൻ ഡയറക്ടറായിരുന്നു. ആർ മോഹൻ പ്രൊഡ്യൂസറായിരുന്നു. ഗുഡ് നൈറ്റ് മോഹൻ. മറ്റേത് തിരിഞ്ഞാലക്കുടക്കാരൻ മോഹനായിരുന്നു. മറിച്ച് അതിനുശേഷം താങ്കളെ മലയാള സിനിമകളിലൊന്നും കണ്ടിട്ടില്ല. ആരും വിളിച്ചില്ല. അതുകൊണ്ടാണ് വിളിക്കൂ, ഞാൻ വരാം. അതുകൊണ്ടാണല്ലേ? അതെ, അല്ലെങ്കിൽ അത് വളരെ തിരക്കുള്ള ആളായതുകൊണ്ട്. അല്ല, അങ്ങനെയൊന്നുമില്ല. ദൃശ്യത്തിൻ്റെ തമിഴ് ഇത് വേർഷൻ ചെയ്തല്ലോ, പാപനാശം, കമൽഹാസൻ കൂടെ. പിന്നെ അവിടെ ഇത് വിശ്വരൂപം 2 ചെയ്തു. ഐ ഡിഡ് ഫിലിംസ് ഇൻ തമിഴ്. ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രോബ്ലം. മലയാളത്തിൽ അവസരങ്ങൾ കിട്ടിയാൽ വരും. ഇപ്പോൾ സിനിമാ സംവിധാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ മലയാളത്തിൽ എന്തുകൊണ്ടൊരു സിനിമ എടുക്കുന്നില്ലെന്ന് ഞാൻ താങ്കളെ ഇതിനു മുമ്പ് പരിചയപ്പെടുമ്പോൾ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കാനൊരു കാരണം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു ഉരുട്ടി കൊലപാതകം ഉണ്ടായിരുന്നു. ഒരു ആളെ ഉരുട്ടിക്കൊന്ന്, പ്രഭാവതി എന്ന് പറയുന്ന ആളുടെ മകന്. ആ സിനിമ അങ്ങ് മറാഠിയിലാണ് എടുത്തത്, മകൾക എന്ന പേര്. അത് എന്തുകൊണ്ടത് മലയാളത്തിലെടുത്തില്ല? ഇല്ല, മലയാളത്തിൽ ഏതൊരു പ്രാക്ടിക്കൽ പ്രോബ്ലം ഉണ്ട്. ഇവിടെ വന്നിട്ട് എനിക്ക് ആരെയും അറിയില്ല. അവിടെ ഐ ഡോണ്ട് നോ ഫൈനാൻസേഴ്സ്, ഐ ഡോണ്ട് നോ പ്രൊഡ്യൂസേഴ്സ്. ഇവിടെ വന്ന് ഞാൻ കൺവിൻസ് ചെയ്യും, ഞാനൊരു ഡയറക്ടറാണ്, ഞാൻ ഇങ്ങനെ ഒരു പടം ചെയ്യാൻ എനിക്കൊരു ആഗ്രഹമുണ്ട് അങ്ങനെ. പക്ഷേ അവിടെ എനിക്ക് ഇമ്മീഡിയറ്റ്ലി എനിക്ക് പ്രൊഡ്യൂസേഴ്സ് കിട്ടി, ആക്ടേഴ്സ് കിട്ടും. ദേ ഓൾ വോണ്ട് ടു വർക്ക് വിത്ത് മീ. സോ ഐ ട്രാൻസ്ഫർഡ് ദാറ്റ് ടു അത് യൂണിവേഴ്സൽ ഇതായിരുന്നു. ഇഫ് യു സീ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ മകൾക in America, that black man was killed by the policeman. Police torture, atrocities became a universal thing. So language didn't matter. But I dedicated the film to Prabhavati. തീർച്ചയായിട്ടും അതിവിടെ IFFK-ലും കാണിച്ചിരുന്നു. IFFK പുറമെ എന്തുകൊണ്ടൊരു മലയാള സിനിമ എടുക്കുന്നില്ല എന്ന് ഇപ്പോൾ താങ്കൾ പറയുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ അതാണോ, അതോ മലയാളത്തിലൊരു സിനിമ എടുക്കൂ? ഇല്ല, ഐ വുഡ് ലവ് ടു ഡു എ മലയാളം ഫിലിം. പക്ഷേ അതിൻ്റെ കണ്ടീഷൻസ് ഒക്കെ കൺഡ്യൂസീവ് ആണ്. ഇപ്പോൾ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഈ മകൾകയുടെ കാര്യം പറഞ്ഞ പോലെയാണ് ബിറ്റർ സ്വീറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ അങ്ങ് സംവിധാനം ചെയ്തിരുന്നു. അതിൽ ഈ കരിമ്പ് കർഷകരുടെ ഇടയിൽ, അതായത് ഒരു സ്ത്രീകൾക്ക് ഈ ആർത്തവ ദിനങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ഒരു പ്രമേയമാണ്. എന്നിട്ട് ഇത്തരം അത് വലിയൊരു അവിടുത്തെ വലിയൊരു ഇഷ്യൂ ആണ്. പക്ഷേ ഈ കരിമ്പ് കർഷക മുതലാളിമാരെ നേരിടാൻ അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് ആരും ഇത് പറയാതിരുന്ന ഒരു വിഷയമായിരുന്നു. പക്ഷേ അതിനുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? Response was terrific. Busan Festival we did avada povan pattilla because of COVID, but we did a video question answer and they were all shocked. The whole world was shocked. Ivide India people did not know that such ingane oru ritual undu. So I always try to get concepts which have not been handled before. ഒരു നോവൽ കോൺസെപ്റ്റ്, ബിക്കോസ് റെഗുലർ എനിക്ക് ഇനി പടം ചെയ്യേണ്ട. ഐ വോണ്ട് ടു ഡു സംതിങ് വിച്ച് ഇസ് റിയലി ഡിഫറെൻറ്റ്, വളരെ വ്യത്യസ്തമായിട്ടുള്ള. അതെ, വളരെ ഡിഫറെൻറ്റ്, റിയലി ഇൻ്റർനാഷണൽ ഒരു വേൾഡ് സിനിമ സെക്ഷൻ, ഇറാനിയൻ സിനിമ, എങ്ങനെ അസ്ഗർ ഫറദീൻ്റെ പടങ്ങളൊക്കെ കണ്ടോ. സോ ഐ റിയലി വോണ്ട് ടു ഡു സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഈ സബ്ജക്റ്റ് നോബഡി ഹാസ് ടച്ച്ഡ് സോ ഫാർ. അപ്പോൾ എനിക്ക് അതിലെ ഒരു വളരെ ഇൻട്രസ്റ്റ് ആയി. പിന്നെ റിസർച്ച് ചെയ്ത് അവിടെ പോയിട്ട് വി ഷോട്ട് ഓൺ ആക്ച്വൽ ലൊക്കേഷൻ. അതെ അതെ. ബിറ്റർ സ്വീറ്റിൻ്റെ ആ സിനിമ വന്ന ശേഷം ഈ മേഖലയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഈ സ്ത്രീകൾ അനുഭവിച്ച ദുരിതത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായോ? അൺഫോർച്ചുനേറ്റ്ലി നോ. ഒരു ചാനൽ ഡിഡ് എ കംപ്ലീറ്റ് 1 hour ഇൻ്റർവ്യൂ വിത്ത് മീ ആൻഡ് ദേ ഓൾസോ ഗോട്ട് ദി NGOs അവിടെ നിന്ന്, പിന്നെ അവിടുത്തെ പോലീസുകാരെല്ലാം വന്നു. ആൻഡ് ദേ ഓൾ സെഡ് വി ഓൾ നോ ദ ട്രൂത്ത്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി they are too powerful for us. We cannot do anything. Why? Because it is the economy of the country. India wants to be the #1 sugar producer in the world. We want to beat Brazil. Appo since it is regarding economy of the country, ഞങ്ങൾ ഇതിൽ interfere ചെയ്യാൻ പറ്റില്ല, because we are too powerless to do that. So that is the bitter truth. അല്ല, ഇത്തരം വിഷയങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഈ പതിവ് വിഷയങ്ങൾ സിനിമയാക്കാൻ താല്പര്യപ്പെടുന്നില്ല, മറിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രമേയങ്ങൾ, അല്ലെങ്കിൽ അതൊരു ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന അത്തരം പ്രമേയങ്ങളാണ് സിനിമ സംവിധാനം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ഈ നിരീക്ഷണം എങ്ങനെയാണ്, ഒബ്സർവേഷൻ? ഐ റീഡ് എ ലോട്ട്, റിയൽ ഇൻസിഡൻസ്, ന്യൂസ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു പടം ഐ ഹാവ് ജസ്റ്റ് മെയ്ഡ് എ ഫിലിം, അത് ആക്റ്റീവ് യൂത്തനേഷ്യ ആണ് അതിൻ്റെ ഇത്. ദയാവധത്തിൻ്റെ അല്ല, നോട്ട് മെർസി കില്ലിംഗ്, ആക്റ്റീവ് യൂത്തനേഷ്യ, നോട്ട് പാസീവ് യൂത്തനേഷ്യ, ആക്റ്റീവ് യൂത്തനേഷ്യ. ദർ ഇസ് എ കപ്പിൾ, ബോംബെയിൽ ഒരു കപ്പിൾ ഉണ്ട്, വെരി ഹെൽത്തി കപ്പിൾ, 70-75 years old. They decide that
മതിയായി. Let us go in with dignity, let us go with happiness, let us go in peace. അപ്പോൾ they write a letter to the president. ഇങ്ങനെ ആക്റ്റീവ് യൂത്തനേഷ്യ ലീഗലൈസ് ചെയ്യണം ഇന്ത്യയിലെന്ന്. സ്വിറ്റ്സർലാൻഡിൽ ആക്റ്റീവ് യൂത്തനേഷ്യ ലീഗലാണ്. അവിടെ ആ പോഡ്സ് ഉണ്ട്, ഡെത്ത് പോഡ്സ് ഉണ്ട്, സൂയിസൈഡ് പോഡ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് പോയിട്ട് അത് മൂടിയ you breathe your last over there. Not suicide, it's not called suicide. It is a dignified way to finish your life. അതെന്താ, we have lived a happy life, let us have a happy end. അത് കേരളത്തിൽ ഒരാൾ അതിനു വേണ്ടി അത് സി വി തോമസ് അത് ട്രൈ ചെയ്തു, പക്ഷേ they did not grant that and he committed suicide. അത് അതിന്റെ റെഫറൻസ് ഉണ്ട് പടത്തിൽ. ഈ സിനിമയുടെ പേരെന്താണ്? പേര് ഇറ്റ്സ് ടൈം ടു ഗോ. മറാഠിയിലാണ്. ദിലീപ് പ്രഭാവൽക്കർ, റോഹിണി ഒത്തങ്കടിയാണ് മെയിൻ ആക്ടേഴ്സ്. പക്ഷേ ഇംഗ്ലീഷ് ടൈറ്റിൽ ഇറ്റ്സ് ടൈം ടു ഗോ. ഇറ്റ്സ് ടൈം ടു ഗോ, പോവാൻ സമയമായി. അതെ. അത് വാസ്തവത്തിൽ ഈ ഒരു പ്രമേയത്തിലൂടെ അങ്ങ് അല്ലെ സംവിധായകൻ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ആർ യു അഗെയിൻസ്റ്റ് ഇറ്റ് ഓർ ഇല്ല? ദിസ് ഈസ് സംതിങ് ദാറ്റ് വിൽ സെറ്റ് യു തിങ്കിങ്. എവറിഥിങ് നീഡ് നോട്ട് ബി യെസ് ഓർ നോ. കുറേ സബ്ജക്ട്സ് ഇറ്റ് മേക്സ് യു തിങ്ക് ആൻഡ് മേക്സ് യു റീതിങ്ക് ആൻഡ് റീതിങ്ക്. ഇപ്പോൾ ലോട്ട് ഓഫ് യങ്സ്റ്റേഴ്സിനെ വി ഡിഡ് എ പ്രിവ്യൂ. യങ്സ്റ്റേഴ്സ്, ഓൾഡ് പീപ്പിൾ, എവറിബഡി. ദ യങ്സ്റ്റേഴ്സ് കേം ആൻഡ് ടോൾഡ് മീ, കോവിഡിൻ്റെ ശേഷം ദിസ് ഫിലിം ഹാസ് ആക്ച്വലി മെയ്ഡ് സെൻസ് ടു അസ്. You know, it makes us think. We may not want to do it, but this is the truth. And like death, you can't run away from the truth. You don't want to face death, so you don't want to face this concept in a movie. But then death is also a truth, and this concept is also a truth. ഈ സിനിമ ഉടനെ റിലീസ് ചെയ്യുമോ അതോ നെക്സ്റ്റ് ഇയർ റിലീസ് ചെയ്യും? ഇനിയിപ്പോൾ പുതിയൊരു പടത്തിന്റെ വർക്കിന്റെ കാര്യം ആയിട്ടുണ്ടോ അതോ ഡയറക്ഷൻ? ഇപ്പോൾ ഒരു പടം ചെയ്തു, ദ കൺഫെഷൻ എന്ന് പറഞ്ഞിട്ട്. ചെയ്തു കഴിഞ്ഞു. അതെന്താണ് അതിന്റെ പ്രമേയം? അതിന്റെ അഗൈൻ കേരളയിലാണ് സെറ്റിംഗ്. 1966 ഇവിടെ ഒരു ഫാദർ ബെനഡിക്റ്റ് ഉണ്ടായിരുന്നു. He was accused of rape and murder of a girl. മേരിക്കുട്ടി കൊണ്ടുവരായിരുന്നു. ഞാൻ റിപ്പോർട്ട് ചെയ്ത വിഷയം അത്. അതെ, that is the film. നാനാ പാട്ടേക്കർ is playing Father Benedict. അപ്പോൾ സെറ്റിംഗ് ഗോവാലാണ്, ബിക്കോസ് ഇറ്റ്സ് എ കാത്തലിക് ലൊക്കാലിറ്റി കമ്മ്യൂണിറ്റി. ഹിന്ദിയിലാണ് പടം. സ്ക്രിപ്റ്റ് ആര് ചെയ്തു? സ്ക്രിപ്റ്റ് സി പി സുരേന്ദ്രൻ. നമ്മുടെ സി പി സുരേന്ദ്രൻ. ഈ പവനന്റെ മകൻ അദ്ദേഹമാണ് അല്ലേ? അല്ല, ഈ സിനിമ ഇതിപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞോ അതോ? ഷൂട്ടിംഗ് കഴിഞ്ഞു, ഇപ്പോഴേ കഴിഞ്ഞു, ലാസ്റ്റ് മന്ത്. ഈ മേരിക്കുട്ടിയായിട്ട് ആരാ ആക്ട് ചെയ്യുന്നതിൽ? മേരിക്കുട്ടി ഹിന്ദി ആക്ടർ. ബെനഡിക്റ്റ് ആയിട്ട് നാനാ പാട്ടേക്കർ. അദ്ദേഹത്തിന് ആദ്യം ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചാണ്. അതെ, ഫോർ 3 years imprisonment and death sentence. അതെ. അതിൻ്റെ അപ്പുറം ദ കോർട്ട് ഫൈൽഡ് എ കേസ് ഇൻ ദ ഹൈക്കോർട്ട് to withdraw this. പിന്നെ അതൊക്കെ it was reopened and then he was acquitted. അദ്ദേഹം നിരപരാധിയാണെന്നാണോ ഈ സിനിമ സമർത്ഥിക്കുന്നത്? അതെ, he was very much, yes. It's a story of faith, it's a story of conscience, a story of God. This is a very ഒരു ലെവലിൽ കണ്ടാൽ this is a very spiritual film. It's not about who killed മേരിക്കുട്ടി. It's not a suspense film at all. It's about how much you can withhold within yourself. ഒരു കൺഫെഷൻ ഉണ്ട്, മേരിക്കുട്ടീൻ്റെ കൺഫെഷൻ. ഫാദർ ബെനഡിക്റ്റ് does not reveal that even when he is sentenced to death. So these values we have lost. ആ കേസിൽ പക്ഷേ മറ്റ് 2 പ്രതികളെ കൂടെ ശിക്ഷിച്ചിട്ടുണ്ട്. 1ാം പ്രതിയായിട്ടിരുന്ന ആളടക്കം അവരെയൊക്കെ ശിക്ഷിച്ചിട്ടുണ്ട്. അവരെയൊക്കെ കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ടോ? ഇല്ല, അവിടെ ഇതിലില്ല. പക്ഷേ the main revelation comes from a very important character. Then we come to know what is the truth. അത് ശരി. അത് വാസ്തവത്തിൽ വലിയ അന്ന് ഈ കേസ് നടക്കുമ്പോൾ വലിയ ചർച്ച ഉണ്ടായ സംഭവമാണ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. കാരണം പണ്ടൊക്കെ അച്ഛന്മാരോട് ഇടപെട്ട കേസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും വളരെ ലേറ്റർ സ്റ്റേജിൽ വരുന്ന ഒരു കേസ് ഇതായിരുന്നു. കൊല്ലത്തായിരുന്നു ഇതിന്റെ കോടതി ആദ്യം. ഫാദർ ബെനഡിക്റ്റ് became a saint after his death. സെയിന്റ് ആയോ? Saint. He was ordained a saint. അപ്പോൾ അത് ഒരു വർഷത്തിൽ എത്ര സിനിമ അങ്ങ് എടുക്കും? Depends. I have got lots of subjects, but how many producers come? That is producers വന്നാൽ പടം എടുക്കുക, അല്ലെങ്കിൽ പടം എടുക്കില്ല, അത്രേ ഉള്ളൂ. എന്നാലും ഒരു വർഷത്തിൽ 1-2 എണ്ണം എടുക്കുമെന്ന് തോന്നുന്നു അല്ലേ? My first film was in 2002, Dil Vil Pyar Vyar. R.D. Burman's songs ആയിരുന്നു. Today we are in 2023. അപ്പോൾ ഒരു 20 കൊല്ലമായി. ഇതിനിടെ തന്നെ നാഷണൽ അവാർഡും എല്ലാം കിട്ടി.
നാഷണൽ അവാർഡ് കിട്ടി. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ആൻ ആവറേജ് ഓഫ് 1 film a year you can say. അഭിനയം എത്ര സിനിമകളിൽ അഭിനയം എത്രയോ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഐ എം നോട്ട് പ്രൗഡ് ഓഫ് ഓൾ ദ ഫിലിംസ് ദാറ്റ് ഐ ഹാവ് ഡൺ. വെരി ഫ്യൂ ഫിലിംസ് വിച്ച് ഐ ലൈക്ക് ടു ഡു, ക്യാരക്ടേഴ്സ് വിച്ച് ഐ ലൈക്ക് ടു ഡു, അതൊക്കെ ദോസ് വർ ഗുഡ്, ബട്ട് നോട്ട് ഓൾ ഓഫ് ദം. ഇതിനൊക്കെ ഇടയിലാണല്ലോ നാടകങ്ങളിൽ അഭിനയിക്കുന്നത്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അടുത്ത ആഴ്ചയിൽ ബാംഗ്ലൂരിൽ പ്ലേ ഉണ്ടെന്ന്. അതെ, ഇത് ഇടയിലേ അല്ല, ദാറ്റ് വാസ് ദ ബിഗിനിങ്. ഇതൊക്കെ ഇടയിലാണ്. നാടകത്തിലാണ് തുടങ്ങിയത് അല്ലേ? നാടകമാണ് തുടങ്ങിയത്. 1977 I did my first play. 40 കൊല്ലമായി ഇപ്പോൾ. I'm still doing theatre and I'm doing 4 plays at the moment. അതെല്ലാം ആക്ടർ എന്നുള്ള നിലയിലാണ്. As actor. ഒരേ സമയം സിനിമയും നാടകവും രണ്ടും. നാടകം എന്ന് പറയുമ്പോൾ ഓരോ വേദികളിൽ നേരിട്ട് പ്രദർശിപ്പിക്കുക, അതിൽ ഇംപ്രവൈസേഷനും എല്ലാം പറ്റും. പക്ഷേ സിനിമ മറിച്ചൊന്നാണ്. സിനിമ പക്ഷേ കാലാതീതമായി നിലനിൽക്കുകയും ചെയ്യും. ഏതിലാണ് ഏറ്റവും കൂടുതൽ താങ്കൾ ഇതിലൊരു ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്? മീഡിയ ആണ്. ഇപ്പോൾ നാടകം ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിലെ വി ഡോണ്ട് പിക്ചറൈസ് തിയേറ്റർ. ഇപ്പോൾ if you want to see a play, you want to see Laurence Olivier in Hamlet, avarthe they have got all the films. They have actually shot in National Theatre London. They have shot all his plays, or Peter O'Toole or Richard Burton, Alec Guinness, all these greats. If you want to watch them, library ഉണ്ട് അവിടെ. ഇവിടെ ഒന്നുമില്ല. We don't document. The biggest problem in India is we don't document history. We don't document heritage. Appo unfortunately that's not available. So cinema lasts, but plays don't last. But a different media. Television is one media, cinema is another bigger media, theatre is real life media. Appo you deal with each media differently. 3 media language 3 media different ആണ്. എല്ലാത്തിലും ഒരു രസം കണ്ടെത്തുന്നുണ്ടല്ലോ. Definitely എൻജോയിങ്. Definitely. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഈ സിനിമ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു സർക്കസ് പോലായിരുന്നു. ഒരു ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു ജോക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ടോ കൊമേഴ്സ്യൽ മീഡിയത്തിൽ? ജോക്ക് അല്ലെങ്കിൽ എന്താ? I have been kind and I'm saying it's a joke. If I said the truth, I would say it's an insult to cinema. സിനിമ എന്നുള്ള മീഡിയ ഇപ്പോൾ നമുക്ക് മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന റേ ഘട്ടക്, മൃണാൾസൺ തൊട്ട് ഇപ്പോൾ അടൂർ അരവിന്ദൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു that was the last. ഞങ്ങളുടെ ജോ ഗ്രേറ്റ്സ് ഉണ്ടായിരുന്നല്ലോ. പുതിയ തലമുറ വരുന്നതിനെ എങ്ങനെയാണ് കാണുന്നത്? They are all half baked. They are all half-hearted, half-baked wannabes. They think they know cinema, but it's not complete. If you ഒരു അരവിന്ദൻ്റെ പടം, ചിദംബരം പോലെ ഒരു പടം എടുത്തു, it's a complete film in every aspect. അല്ലെങ്കിൽ KG ജോർജിൻ്റെ പടം സ്വപ്നാടനം, or അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ, തമ്പ്, or ഗിരീഷ് കാസർവല്ലി, അല്ലെങ്കിൽ otherwise all the 3 greats, Mrinal Sen, Ritwik Ghatak, Satyajit Ray, see their films. ഒരു completeness ഉണ്ട് in their work. It is not there in today's society. These are all upstarts. They all want to make great cinema. They think they are making great cinema, but they are actually being influenced by Scorsese and Tarantino. You'll see the influence somewhere. അല്ലെങ്കിൽ if they want to be extra intelligent and smart, they will try and copy Iranian cinema. ഈ ടെക്നോളജി വളർന്നത് ഇതിനെ സിനിമയെ ഏത് രീതിയിലാണ് ബാധിച്ചത്? ടെക്നോളജിയിൽ ഒരുപാട് മാറ്റം വന്നല്ലോ. Technology, see, once we used to shoot on film, now we are shooting on digital. അപ്പോൾ technology is both good and bad. എങ്ങനെ, it's like fire, you know, good servant but a bad master. അങ്ങനെയാണ് technology. So you use it correctly, but if you're going to use it at the cost of content, our technology is useless. ഇപ്പോൾ why do we still see all the old films? അവിടെ ടെക്നോളജി ഒന്നുമില്ല. അവിടെ ക്യാമറ അങ്ങനെ സൂം ചെയ്യുന്നു, സൂമും വളരെ ഒരു ഷെയ്ക്കൊക്കെ ആയിരുന്നു. nobody knows because only cameraman is seeing through the camera, director has not seen. ഇവിടെ ഇപ്പോൾ മോണിറ്റർ വെച്ച് everything you are checking, it's all spoon fed to you. If you are a real director, you will never watch the monitor. You will depend on the cameraman or you see through the viewfinder. അതാണ് സത്യജിത്ത് ചെയ്തത്. ഇപ്പോഴത്തെ സിനിമയിൽ ഉള്ളടക്കം അല്ലെ കോണ്ടന്റ് ഇല്ല എന്നാണോ അങ്ങ് പറയുന്നത്? കാര്യമായിട്ടുള്ള virtually no content. ഇപ്പോൾ now today we want big cinema, Marvel comics, superheroes. ഇതൊക്കെയാണ്, these are the films that will attract people to the cinemas. അല്ലെങ്കിൽ they will sit at home and they will watch it on a digital platform. So that is the tragedy of content driven cinema today. Will you go and see a content driven cinema in the theaters? Because everything has changed. That is where technology has harmed you.
Technology has advanced and the technology has gone back, taken you back also. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു തുടങ്ങി വെച്ചത് ഇന്ത്യൻ സിനിമയുടെ അല്ലെങ്കിൽ റീജിയണൽ സിനിമയിലടക്കം ഉണ്ടാകുന്ന ഏറ്റവും പുതിയ നവീനമായ പരീക്ഷണങ്ങളെ ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ ഒരു പാരലൽ ട്രാക്കിൽ നിന്ന് നല്ല അറ്റംപ്റ്റ് നടത്തുന്നവരെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു. പക്ഷേ ഇപ്പോൾ 50 വർഷം കഴിഞ്ഞപ്പോൾ ഇഫി 53ാമത്തെ ഇഫിയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അവിടെ എല്ലാം ഒരു ബോളിവുഡ് സിനിമയുടെ ഒരു ആധിപത്യമാണ് വരുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി തന്നെ പറയുന്നു RRR അല്ലെങ്കിൽ KGF എന്നൊക്കെ പറയുന്ന ഇന്ത്യൻ സിനിമയുടെ മുഖചിത്രങ്ങളായി മാറിയെന്ന്. ഈ ഒരു വ്യൂ എങ്ങനെയാണ് കാണുന്നത്? അതുപോലെ ഇന്ത്യയിലെ ഒരു പാരലൽ സിനിമ ഏറെക്കുറെ കുഴിച്ച് മൂടപ്പെട്ടോ? It's very unfortunate. In a way, നാം പറഞ്ഞില്ലേ, the West is behind us. All the great masters, ഇപ്പോൾ masters ഒന്നും ഇല്ല. They have influenced us, we are trying to follow them, but there are no masters. പിന്നെ when the International Film Festival of India started, when the President's Gold Medal was started, President's Gold Medal ആയിരുന്നു നാഷണൽ അവാർഡ്സിൻ്റെ ഫസ്റ്റ് ഒറിജിനൽ പേര്. Actually good films used to get awards. ഈ സോ കോൾഡ് മെയിൻ സ്ട്രീം ഫോർമുല ഇങ്ങനെ ഒരു പടങ്ങളിനെ ഒന്നും ഒരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ they also did not bother because they wanted the money. They were very clear ki idoka theatre la commercial success aaya, we will collect the money. We don't want to make that kind of cinema. But ipo endai suddenly ingane oru agathoru ego problem undai. We want critical acclaim and we want the money also. They have become greedy. Appa, why are you coming into our territory? Television, when it started, it made something called the television star. ഞങ്ങളൊക്കെ ടെലിവിഷൻ സ്റ്റാർസ് ആയി. ഓൾ ദാറ്റ് ബ്രീഡ് ഓഫ് ആക്ടേഴ്സ്. ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ടെലിവിഷൻ താരമായിരുന്നല്ലോ. അല്ല, we became television stars. Suddenly all the film stars realized that this is where popularity is. They all came to television and they threw us out. അതെങ്ങനെയാണ്? This is like America coming into America and throwing all the Red Indians out because they were the originals. ഇത് അങ്ങനെയാണ് ഇവിടെ നടന്നത്. So I feel that why do you want a platform like IFFI? Why do you want a platform like National Awards? On one hand you say, we are making films for the audience. We don't make this kind of cinema. We are making only commercial. We believe in commercial cinema. What is return on investment? ROI enda ningalde? That is the first question a corporate asks you when you go with a project to them. Then they say, who is the star? Then when you say this is the script, they say thank you very much. You have the star, you have the ROI, let's make the film. But angane, when you, on one hand you say that, on one hand you want to come and inaugurate the opening of a festival. So what is it that you want? You either be that or this. You can't be both. That is why the standard of international cinema is going. It's not just here. Cannes also wants a gala premiere. Berlin also wants a Bollywood premiere. Toronto wants 3 Bollywood premieres. Because it's all over because that is where the money is coming from. How do we support festivals? If they come, then we get some money, some gate money to support. Money oriented. So this is ultimately it has all gone back to money. The creativity is gone. Commerce has taken over. Cinema has become a consumer product. ഇപ്പം ഈ പഴയ മാസ്റ്റേഴ്സിൻ്റെ കാലത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ പുതിയ തലമുറയിൽ അങ്ങനെയുള്ള ഒരു ഹാഫ് ബേക്ക്ഡ് ആണെന്നാണ് അങ്ങ് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു ഒബ്സർവേഷൻ താങ്കൾ പഴയ ഒരു കാലത്തിൻ്റെ ഒരു പ്രിസണറാണ്, അല്ലെങ്കിൽ ഒരു തടവുകാരനാണെന്നൊരു വിമർശനത്തിനും വാദത്തിനും വേണ്ടി ചോദിച്ചോളൂ. ഇല്ല. If you say that you are prisoner of values, if you say you are prisoner of morals, if you say you are prisoner of ethics, then I am very happy to be a prisoner of all this. Satyajit Ray, when he made Pathar Panchali, 1 year he ran out of funds. 1 year there was no funds. And do you know who funded that film? പൊതുമരാമത്ത് വകുപ്പ്, PWD. Why did they fund that film? റോഡിന്റെ ഇതിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള എന്തോ. It was called Song of the Road. പാതയോരത്തെ As they thought it was something to do with the road. So they gave funding for that film. This is the kind of ignorance we have. And it is written there. Produced by Bengal Road Development Corporation. Adana producer of Pathar Panchali is the municipality. So that is how people struggled.
I don't know, I can't understand. സ്റ്റോറി ടെല്ലറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ താങ്കളുടെ ഒരു ഇത്രയും സക്സസ് ആയിട്ടുള്ള ഫിലിം മേക്കറാണ്, സംവിധാനമാണ്. ഇപ്പോൾ ഇതിൽ ഈ കാസ്റ്റിംഗ് വന്നപ്പോൾ വളരെ ആ ആക്ടേഴ്സിനെ സെലക്ട് ചെയ്ത്, ഇപ്പം പരേഷ് റാവലാണെങ്കിലും തരണി ബന്ദോപാധ്യായ അല്ലെങ്കിൽ ആദിൽ ഹുസൈൻ, ഒരു രേവതി, ഈ ഒരു കാസ്റ്റിങ്ങിൽ ശ്രദ്ധിച്ച ഏത് രീതിയിലാണ് അതിനെ കാണുന്നത്? I wanted real people. That's one of my writers, Sujit Sen, he said a very nice statement. Cinema, what is cinema endana? Cinema is real people coming to see real people. Adana, that is the definition of cinema. Appo eniki I wanted that. Eniki I did not want a star to take over the character. Paresh Rawal I always felt has been underused as an actor. Valare potential and when he saw the film he said I could not believe myself. Angane oru pitching aayirunnu Paresh Rawal. You can't see Paresh Rawal. Avada Tarani Kuro mathre ullu. Pinne Adil Hussain is an international actor. He is an actor of international standard. I knew that he will deliver. But the only thing now, you need to sort of mold him into this character. Pinne Revati, we spoke on the phone. Revati came to know that I'm making a film on Satyajit Ray's story. She said, why am I not in it? ഞാൻ പറഞ്ഞു വളരെ ചെറിയ ഇതാണ്, the male leads ആണ് ഇവിടെ, female leads ഒന്നും ഇല്ല, നിങ്ങൾ ചെയ്യുന്നത് I'll be very happy. സെക്കൻഡ് ഹാഫിൽ അവർ വരുന്നു. But she left an impact even in 4 scenes. വളരെ മനോഹരമായിരിക്കുന്നു. അതെ, ഒരു മെമ്മറബിൾ അതാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഇവിടെ മലയാള സിനിമയിൽ ഇപ്പോൾ ഒരു ഏറ്റവും ഒടുവിലുണ്ടായ ഒരു വിവാദം എന്ന് പറയുന്നത്, അഞ്ജലി മേനോൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, അവർ പറഞ്ഞു സിനിമ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സിനിമയെക്കുറിച്ച് പഠിച്ചിട്ടായിരിക്കണം അതിനെക്കുറിച്ച് എഴുതേണ്ടത്, അല്ലാതെ എന്തെങ്കിലും വിവരക്കേട് എഴുതി സിനിമയെ നശിപ്പിക്കുകയല്ല വേണ്ടതെന്നൊരു വാദം പറഞ്ഞു. അന്നേരം മറ്റു പറഞ്ഞപ്പോൾ സിനിമയെ എല്ലാവർക്കും പഠിച്ചിട്ട് പോയി സിനിമ എഴുതാൻ പറ്റില്ല, പക്ഷേ ആ സിനിമ കണ്ടിട്ട് അതിനെ വിലയിരുത്താനേ പറ്റത്തുള്ളൂ. ശരിക്കും ഒരു ക്രിറ്റിസിസം ഏത് ലെവലിലെത്തി നിൽക്കുന്നു ഇപ്പോൾ ഫിലിം ക്രിറ്റിസിസം? See, I always believed film criticism, how do you qualify to be a film critic? Film appreciation course ചെയ്തോ നിങ്ങൾ? Do you know the language of cinema? എന്താണ് ABCD, എന്താണ് ഇതെന്ന് അറിയ? It's like saying, oh, ഇത് വളരെ this food is not good. The problem is critics are not creators. അങ്ങനെ ഒരു frustration ഉണ്ട് ഇവിടെ. So most of the reviews you will see not criticism, not reviewing, but you will see frustration coming out of the passages. I bet, check any film critic's car, there will be one script lying in the car. They always want to make a film, you know, but they don't get producers. സിനിമ എടുക്കാൻ കഴിയാതെ നിരാശരായ ആൾക്കാരാണ് ക്രിറ്റിസിസം. Everybody cannot be a Truffaut. Truffaut was a film critic, and from a critic he became a filmmaker. So if each one of these people think that they know cinema, or one day we will become a filmmaker, they will not become a filmmaker. There are examples also, I don't want to name them because they are all friends. But today film criticism has become more of a personal attack rather than actually, you know, analyzing a film. So it is very important that you be honest. Honesty illa film criticism la. Knowledge illa. You do not know film appreciation. And thirdly, you have to give in as many film reviews as possible so that you can earn your 5,000 rupees per review. This is what film criticism have come to. If film making has come to the lowest level, film criticism is trying to go even lower. അല്ല, ഇപ്പം തന്നെ പല കൊമേഴ്സ്യൽ ഫിലിംസിൻ്റെ ആൾക്കാർ പൈസ കൊടുത്ത് എഴുതിക്കുന്നുണ്ട്, പരസ്യം കൊടുക്കുന്നുണ്ട്, അത് എതിരായിട്ട് എഴുതി കഴിഞ്ഞാൽ പരസ്യം ഉൾപ്പെടെയുള്ളത് കട്ട് ചെയ്യുന്നുള്ള ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അന്നേരം ഇപ്പോൾ പറഞ്ഞ പോലെ നിലവാരം താഴോട്ട് പോകുമ്പോൾ അതിൻ്റെയും പോയി അല്ലേ? സ്റ്റാർസ്, യു ബൈ സ്റ്റാർസ് ടുഡേ. എത്ര സ്റ്റാർ വേണം? 3 സ്റ്റാറോ? അപ്പോൾ 1 ലക്ഷം രൂപ. 5 സ്റ്റാർ വേണമെങ്കിൽ 5 കൊടുക്കാൻ പറ്റില്ല, 4.5 തരാം, അതിന് ഒരു 5 ലക്ഷം രൂപ വേണ്ടി വരും. യുനോ, ഇതാണ് യു ക്യാൻ ബൈ തിങ്സ് ടുഡേ. യു ക്യാൻ ബൈ റിവ്യൂസ്, you can buy people, you can buy your soul. This is what the world has come to today. നല്ലത് ചെയ്യുന്നതൊന്നും അംഗീകരിക്കപ്പെടാതെ പോകുന്നു എന്നുള്ള ആ സിനിമയിലെ ഡയലോഗാണ് ഓർമ്മ. അടുത്ത എന്താണ് ഇനി? Then now next will be a film called Phule. Jyotiba Phule and Savitriba Phule. It will be a big film. Period film. Hindi film aana. Period film. They were the first revolutionaries in India, British India,
Do you know the title Mahatma does not belong to Gandhi? It belongs to Jyotiba Phule. Mahatma Jyotiba Phule. He was the first person to be called Mahatma. And Savitribai Phule was the first teacher who taught girls. ആ സമയത്തിൽ ഗേൾസിനൊക്കെ എഡ്യൂക്കേഷൻ ബാൻഡ് ആയിരുന്നു. She broke that. അതിൻ്റെ സ്ക്രിപ്റ്റ് എല്ലാം ആയി. Ready, we are shooting in March. ആരാണ് ആക്ട് ചെയ്യുന്നത്? Pratik Gandhi. Scamle, he did the main role in Scam. Harshad Mehta and role ചെയ്തു. And Patralekha. Rajkumar Rao's wife. ഹിന്ദിയിലാണ്. ഹിന്ദിയിലാണ്. അപ്പോൾ എല്ലാ ആശംസകളും. ഇത്രയും നേരം സംസാരിച്ചതിൽ വളരെ നന്ദി. Thank you so much.